ഹലോ മക്കളെ, നമ്മൾ ഇന്ന് PSC ബുള്ളറ്റിൻ 65 വിശേഷാൽ പതിപ്പിലെ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് ചെയ്യുന്നത്. പറ്റുകയാണെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ വിസർജന വ്യവസ്ഥ കൂടി ഇന്ന് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകൾ വെച്ചിടുന്നുണ്ട്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ മാത്രമേ ക്ലാസ് വരുന്നുള്ളൂ. എങ്കിലും നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അനുബന്ധ വിവരങ്ങളും അതേപോലെ തന്നെ SCERT പാഠഭാഗങ്ങളും കൂടി ചർച്ച ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് ക്ലാസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഓരോ ദിവസം ഓരോ ക്ലാസ് വെച്ച് കേട്ട് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും നമ്മുടെ പോർഷൻസിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന സിലബസിലെ മിക്ക ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ ഉപകാരം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. കൃത്യമായി ക്ലാസ് കേൾക്കുന്നവർക്ക് LDC എക്സാം എഴുതുന്നതിന്റെ സമയത്ത് കൃത്യമായി മനസ്സിലാവും ഈ PSC ബുള്ളറ്റിൻ 65 വിശേഷാൽ പതിപ്പ് ഫോളോ ചെയ്തതുകൊണ്ടുള്ള ഉപകാരം എന്താണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് നേരെ ഇന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം, നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളുടെ പേരെന്താണ്? നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളുടെ പേരെന്താണ്? പാപ്പില്ലകൾ എന്നുള്ളതാണ് അല്ലെ, പാപ്പില്ലകൾ എന്നുള്ളതാണ്. അപ്പൊ ഈ പാപ്പില്ലകളിലാണ് നമ്മുടെ രുചിമുകുളങ്ങൾ അല്ലെ, രസമുകുളങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് രുചി അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ രുചിമുകുളങ്ങൾ നമ്മളെ സ്വാദറിയാൻ വേണ്ടി സഹായിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉമിനീരുമായി ചേരുല്ലേ, അത് നമ്മുടെ ഈ രസമുകുളങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അതും ഈ രുചിയുമായി ബന്ധപ്പെട്ട ആവേഗങ്ങൾ അവിടെ നിന്നും നാഡികൾ വഴി അല്ലെ, നാഡികൾ വഴി നമ്മുടെ തലച്ചോറിൽ എത്തിച്ചേർന്നിട്ടാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? രുചി തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതിൽ നമുക്ക് സ്ഥിരം ചോദിക്കാറുള്ളതാണ് പ്രാഥമിക രുചികൾ ഏതൊക്കെയാണ്? നമുക്ക് എപ്പോഴും അറിയുന്ന 4 രുചികളുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? മധുരം, പുളി, കയ്പ്, ഉപ്പ് അല്ലെ. ഇത് നമുക്ക് അറിയുന്ന രുചികളാണ് മധുരം, പുളി, ഉപ്പ്, കയ്പ്. ഇതിന് പുറമെ ഒലിഗോഗസ്റ്റസ് എന്ന് പറഞ്ഞ രുചിയും അതേപോലെ തന്നെ ഉമാമി എന്ന് പറഞ്ഞ രുചിയും കൂടിയിട്ട്. അപ്പൊ മൊത്തത്തിൽ 6 രുചികളാണ് പറയപ്പെടുന്നത്. മധുരം, പുളി, ഉപ്പ്, കയ്പിന് പുറമെ ഒലിയോഗസ്റ്റസ് അതേപോലെ തന്നെ ഉമാമി. ഈ ഉമാമി എന്ന് പറഞ്ഞാൽ അതൊരു ജപ്പാനീസ് വാക്കാണ്. അതിന്റെ അർത്ഥം സന്തോഷകരമായിട്ടുള്ളത് എന്നാണ് അർത്ഥം. ഉമാമി എന്ന വാക്ക് എന്താണ്? ജപ്പാനീസ് ഭാഷയിൽ നിന്നുള്ളൊരു വാക്കാണ്. അതിന്റെ അർത്ഥം സന്തോഷകരമായിട്ടുള്ളത് എന്നാണ് അർത്ഥം. ഈ ഉമാമി രുചി തരുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് പാല്, മാംസം, കടൽ വിഭവങ്ങൾ, കൂണ്. പാല്, മാംസം, കടൽ വിഭവങ്ങൾ, കൂണ്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഉമാമി എന്ന് പറഞ്ഞ രുചി ലഭിക്കുന്നത്. ഇനി ഒലിഗോഗസ്റ്റസ് എന്ന് പറഞ്ഞ രുചി എന്ന് പറയുന്നത് കൊഴുപ്പിന്റെ രുചിയാണ് ഒലിഗോഗസ്റ്റസ് എന്ന് പറഞ്ഞ രുചി. പിന്നെ അതേപോലെ തന്നെ ചോദിക്കാറുണ്ട് ഈ ഓരോ രുചികളും നമ്മുടെ നാവിന്റെ ഏത് ഭാഗത്താണ് തിരിച്ചറിയാൻ സാധിക്കുന്നത് എന്നല്ലേ. മധുരം എവിടെയാണ്? മധുരം നാവിന്റെ തുമ്പത്താണ് എന്നുണ്ടെങ്കിൽ അല്ലെ, മധുരം തിരിച്ചറിയാൻ സാധിക്കുന്ന സ്വാദുമുകുളങ്ങൾ നമ്മുടെ നാവിന്റെ തുമ്പത്താണ്. കയ്പാണെങ്കിൽ നാവിന്റെ അറ്റത്താണ് കാണപ്പെടുന്നത്, നാവിന്റെ ഉൾവശത്താണ് കയ്പ് കാണപ്പെടുന്നത്. ഉപ്പും പുളിയുമാണ് നാവിന്റെ ഇരുവശത്തുമായി കാണപ്പെടുന്നത്. അപ്പൊ മധുരമാണ് നാവിന്റെ തുമ്പത്ത് കാണപ്പെടുന്നത്. നമ്മൾ സാധാരണ മധുരമുള്ള വസ്തുക്കളൊക്കെ നമ്മൾ കുറച്ച് ഉള്ളിലേക്കായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മധുരം തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം എന്താണ്? ഈ മധുരം എന്നുള്ളത് നാവിന്റെ തുമ്പത്താണ്. കയ്പാണെങ്കിൽ നാവിന്റെ ഉൾവശത്തും, പുളിയും ഉപ്പും നാവിന്റെ ഇരുവശത്തുമായിട്ടാണ് അതിന്റെ എന്തുള്ളത്? സ്വാദുമുകുളങ്ങൾ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ ചോദിക്കാറുണ്ട് നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ഏതെന്ന്. നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ഹൈപ്പോഗ്ലോസൽ നാഡിയാണ് നമ്മുടെ നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നാവിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് റെഡ് ബീഫ് ടങ് എന്നുള്ളത്. അപ്പൊ നാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ. ഈ നാവിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗം പാപ്പില്ലകളിലാണ് രുചിമുകുളങ്ങൾ ഉള്ളത് അല്ലെ, സ്വാദുമുകുളങ്ങൾ ഉള്ളത്. എങ്ങനെയാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉമിനീരിൽ ലയിച്ച് സ്വാദുമുകുളങ്ങൾ അല്ലെങ്കിൽ രുചിമുകുളങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അവിടെ നിന്നും സന്ദേശങ്ങൾ അല്ലെങ്കിൽ ആവേഗങ്ങൾ നാഡികൾ വഴി നമ്മുടെ തലച്ചോറിൽ എത്തിച്ചേരും. അങ്ങനെയാണ് രുചിയെ തിരിച്ചറിയാൻ പറ്റുന്നത്. പ്രധാനമായിട്ടും 6 രുചികളുണ്ട്. മധുരം, പുളി, ഉപ്പ്, കയ്പിന് പുറമെ ഒലിഗോഗസ്റ്റസ് എന്ന് പറഞ്ഞ രുചിയും അതേപോലെ തന്നെ ഉമാമി എന്ന് പറഞ്ഞ രുചിയും. ഉമാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജപ്പാനീസ് പദമാണ്. സന്തോഷകരമായിട്ടുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഉമാമി രുചി തരുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് കടൽ വിഭവങ്ങൾ, കൂണ്, പാല്, മാംസം ഇതൊക്കെയാണ്. നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന മറ്റൊരു രുചിയാണ് ഒലിയോഗസ്റ്റസ് എന്നുള്ളത്. അത് കൊഴുപ്പിന്റെ രുചിയാണ് ഒലിയോഗസ്റ്റസ് എന്നുള്ളത്. പിന്നെ എന്താണ്? നമ്മുടെ നാവിലെ ഓരോ വശത്തും സ്വാദുമുകുളങ്ങൾ എവിടെ കാണപ്പെടുന്നു? മധുരം തിരിച്ചറിയാൻ സാധിക്കുന്ന സ്വാദുമുകുളങ്ങൾ നാവിന്റെ തുമ്പത്താണ്. എന്നാൽ കയ്പ് തിരിച്ചറിയാൻ സാധിക്കുന്ന സ്വാദുമുകുളങ്ങൾ കാണപ്പെടുന്നത് നാവിന്റെ ഉൾവശത്താണ്. നമ്മുടെ ഉപ്പും കയ്പുമാണ് നാവിന്റെ ഇരുവശത്തുമായി കാണപ്പെടുന്നത്. നാവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ഹൈപ്പോഗ്ലോസൽ നാഡിയാണ്. നാവിനെ ബാധിക്കുന്ന അസുഖം എന്ന് പറയുന്നത് റെഡ് ബീഫ് ടങ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ നാവിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ.
ഇതേപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് നമ്മുടെ ചെറുകുടലിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന വിരലിന്റെ പോലെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് ചോദിക്കും. അതിന് ഉത്തരം വില്ലസുകൾ അഥവാ വില്ല എന്ന് പറയും. വില്ലസുകൾ അതായത് നമ്മുടെ പോഷകാഹാരങ്ങളെ ആഗിരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറുകുടലിന്റെ ഉൾഭാഗത്ത് വിരൽ പോലെ ഉയർന്നു നിൽക്കുന്ന ഭാഗം വില്ലസുകളാണ്. അപ്പൊ നമ്മുടെ നാവിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗം പാപ്പില്ലകളാണ്, ചെറുകുടലിലാണെങ്കിൽ അത് വില്ലസുകളാണ്. അടുത്ത ചോദ്യം, മാംസ്യങ്ങളിൽ എത്ര തരം അമിനോ ആസിഡുകൾ കാണപ്പെടുന്നുണ്ട്? മാംസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ് അല്ലെ മാംസ്യം ഉണ്ടാകുന്നത്. അപ്പൊ മാംസ്യങ്ങളിൽ എത്ര തരം അമിനോ ആസിഡുകൾ കാണപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 20 തരം അമിനോ ആസിഡുകളാണ് കാണപ്പെടുന്നത്. ഇനി ആമാശയത്തിലെ രാസാഗ്നി ഏതാണ്? ആമാശയത്തിലെ ആസിഡ് അല്ല, രാസാഗ്നി. ഈ രാസാഗ്നികളും എൻസൈമുകളാണ് നമുക്കിതിൽ പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ ആമാശയത്തിലെ രാസാഗ്നി എന്ന് പറയുന്നത് പെപ്സിൻ ആണ്. പെപ്സിൻ. ഈ പെപ്സിൻ അതേപോലെ ട്രിപ്സിൻ ഇതൊക്കെ പറയണത് രാസാഗ്നികളാണ്. പെപ്സിൻ, ട്രിപ്സിൻ എന്നൊക്കെ പറയണത് രാസാഗ്നികളാണ്. അത് സാധാരണ മാംസ്യം എന്ന് വെച്ചാൽ പ്രോട്ടീനിലെ മാംസ്യത്തെ നമ്മൾ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ നോൺ വെജ്, മാംസ്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്, പക്ഷെ നമ്മൾ മാംസം ഇല്ലേ, മാംസാഹാരം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു പെപ്സി ഒക്കെ കുടിക്കണേ, നല്ല ദഹിക്കാൻ നല്ലതാണ്. പെപ്സിയോ അല്ലെങ്കിൽ കൊക്കോക്കോളയോ ശരിക്കും അത് കുടിക്കാൻ പാടില്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും കുടിക്കുന്നത് ദഹനത്തിന് നല്ലതാന്ന് പറയൂലേ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ പെപ്സിൻ എന്ന് പറയുന്നത് മാംസ്യത്തിന്റെ, പെപ്സിനോ അതെ ട്രിപ്സിനോ അതെ, മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്നതാണ്. മാംസ്യം എന്ന് പറഞ്ഞാൽ മാംസമല്ല, മാംസ്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ്. പ്രോട്ടീന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നികളാണ് ഈ പെപ്സിൻ, ട്രിപ്സിൻ എന്നൊക്കെ പറയുന്നത്. പെപ്സിൻ പ്രവർത്തിക്കുന്നത് നമ്മുടെ ആമാശയത്തിലാണ്. നമുക്കിത് പഠിക്കാനുണ്ട്. ഓരോ ഭാഗത്തും വരുന്ന ദഹനം നമ്മുടെ വായിൽ തുടങ്ങുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മുടെ വായിൽ നിന്ന് തന്നെ ദഹനം ആരംഭിക്കുന്നുണ്ട്. ദഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥത്തെ നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചെറിയ ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ദഹനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വായിൽ നിന്ന് തന്നെ ദഹനം ആരംഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വായിലുണ്ട്, അത് കഴിഞ്ഞ് നമ്മുടെ ആമാശയത്തിലുണ്ട്, ചെറുകുടലിലുണ്ട് അല്ലെ. അപ്പോൾ ഇതിന് ഈ ഓരോ ഭാഗത്തും പലതരത്തിലുള്ള രാസാഗ്നി അഥവാ എൻസൈം ആണ് ഇതിനെ ഉപയോഗിക്കുന്നത്. നമ്മുടെ വായിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉമിനീരിൽ അമിലേസ് എന്ന് പറഞ്ഞൊരു രാസാഗ്നി അഥവാ എൻസൈം ഉണ്ട്. നമ്മുടെ ഉമിനീരിൽ എന്തുണ്ട്? അമിലേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അമിലേസ് നമ്മുടെ അന്നജത്തെ ദഹിപ്പിച്ച് മാൾട്ടോസ് ആക്കി മാറ്റും. നമുക്കത് ഡീറ്റെയിൽ ആയി പറയാം, ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. ഇനി അത് അവിടെ നിന്ന് നമ്മുടെ ഉമിനീരുമായി ചേർന്ന്, അതുകൂടാതെ മ്യൂക്കസ് അഥവാ ശ്ലേഷ്മവുമായി ചേർന്ന് നല്ല സുഖത്തിന് ഇങ്ങനെ ഇറക്കി വിടൂല്ലേ നമ്മൾ. അങ്ങനെ ഇത് ഇറങ്ങി ചെന്നിട്ട് ആമാശയത്തിൽ ചെല്ലും. ആമാശയത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ പെപ്സിൻ ഉണ്ട്. പെപ്സിൻ എന്ത് ചെയ്യും? അതിലെ പ്രോട്ടീനെ എടുത്തിട്ട് എന്താക്കി മാറ്റും? പെപ്റ്റോണുകളാക്കി മാറ്റും. പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റും. അത് പെപ്സിനാണ് ചെയ്യുന്നത്. ഇനി അത് കൂടാതെ പിന്നെ അവിടെ നിന്ന് പിന്നെ അത് ചെറുകുടലിൽ ചെല്ലുമ്പോൾ അവിടെ വേറൊരാൾ ഇരിക്കുന്നുണ്ട്, ട്രിപ്സിൻ എന്ത് ചെയ്യും? ബാക്കിയുള്ള പ്രോട്ടീനെയും കൂടി എന്താക്കി മാറ്റും? പെപ്റ്റൈഡുകളാക്കി മാറ്റും. അതായത് നമ്മൾ അതിന്റെ ചെറിയ ഘടകങ്ങളാണ് ഈ പെപ്റ്റോണ്, പെപ്റ്റൈഡ് എന്നൊക്കെ പറയുന്നത്. എന്താണ്? നമ്മുടെ ഈ പ്രോട്ടീന്റെ ചെറിയ ഘടകങ്ങളെയാണ് നമ്മൾ പെപ്റ്റൈഡ്, പെപ്റ്റോൺ എന്നൊക്കെ പറയുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. നമുക്ക് ആ ചോദ്യങ്ങൾ വരുമ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ പെപ്സിൻ, ട്രിപ്സിൻ എന്നൊക്കെ പറയുമ്പോൾ അത് പ്രോട്ടീന്റെ ദഹനത്തിനാണ് അല്ലെങ്കിൽ മാംസ്യത്തിന്റെ ദഹനത്തിനാണ് എന്ന് ഇപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. അത് പെപ്സിൻ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ആമാശയത്തിലാണ്. ആമാശയത്തിൽ വെച്ച് പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നതാണ് പെപ്സിന്റെ പണി. എന്നാൽ നമ്മുടെ ചെറുകുടലിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ വെച്ചിട്ട് ഈ പ്രോട്ടീനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന പ്രക്രിയ ചെയ്യുന്നതാണ് ട്രിപ്സിൻ എന്ന് പറയുന്നത്. അപ്പൊ പെപ്സിൻ എവിടെയാണ്? ആമാശയത്തിലാണ്. ട്രിപ്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ചെറുകുടലിലാണ്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ചോദ്യം, ആഹാരത്തിലൂടെ ആമാശയത്തിലെത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന ആസിഡ് ഏത്? നമ്മുടെ വയറിലുള്ള ആസിഡ് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ആഹാരത്തിലൂടെ ആമാശയത്തിലെത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്ന പോഷകം ഏത്? നമ്മുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്ന പോഷകം ഏതാണ്? ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് അല്ലെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജം അല്ലെ, അതാണ് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരേ ഒരു ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഊർജം നൽകുക എന്നത് മാത്രമാണ്. ധാന്യകം പോലെ തന്നെ ചോദിക്കുന്ന മറ്റൊന്നാണ് പ്രോട്ടീൻ അഥവാ മാംസ്യം എന്ന് പറയുന്നത്. പ്രോട്ടീന്റെ ധർമ്മം എന്താണ്? പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് അറിയപ്പെടുന്നത്. അതായത്
നമ്മുടെ ശരീരത്തിന്റെ നിർമ്മാണ ഘടകം, നമ്മുടെ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകം എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്. അപ്പൊ നമ്മൾ സാധാരണ ഈ ജിമ്മിനൊക്കെ പോകുന്ന ഒരു പ്രോട്ടീൻ പൗഡർ ഒക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ടാവില്ല. അതെന്താണ്? നമ്മുടെ ശരീരത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യം എന്താണ്? പ്രോട്ടീൻ ആണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ഊർജം മാത്രമാണ് തരുന്നത്. നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ്, നമ്മുടെ ശരീരത്തിന്റെ നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്. അതേപോലെ തന്നെ കൊഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകം ചെയ്യുന്നത് പോലെ നമുക്ക് ആവശ്യത്തിനുള്ള ഊർജം പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. കൊഴുപ്പ് കൂടുതലായി കഴിഞ്ഞാൽ നമുക്കറിയാം അത് നമ്മുടെ ബ്ലഡ് സെൽസിലെല്ലാം അടിഞ്ഞുകൂടി നമുക്ക് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകും, ഹൃദയാഘാതം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ന് കരുതി കൊഴുപ്പ് ഒട്ടും കഴിക്കാതിരിക്കുന്നതും ശരിയല്ല. കാരണം വൈറ്റമിൻ ഡി ആഗിരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻ ഡി ആഗിരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ കൊഴുപ്പ് അനിവാര്യമാണ്. അപ്പൊ കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ചെറിയ രീതിയിൽ കൊഴുപ്പും നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. അപ്പൊ വൈറ്റമിൻ ഡിയുടെ ആഗിരണത്തിന് എന്ത് ആവശ്യമുണ്ട്? കൊഴുപ്പ് ആവശ്യമുണ്ട്. പിന്നെ അത് കൂടാതെ കാർബോഹൈഡ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഊർജവും പ്രദാനം ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചോദിക്കുന്നതാണ് ധാതുക്കൾ എന്ന് പറയുമ്പോൾ പൊട്ടാസ്യം, സോഡിയം പോലുള്ള ധാതുക്കൾ നമ്മുടെ ശരീരത്തിന് എന്താണ്? അത് വളരെ ചെറിയ അളവിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. വലിയ നമ്മുടെ പ്രോട്ടീനും അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ ലഭിക്കുന്നത് പോലെ വലിയ അളവിൽ ഈ ധാതുക്കൾ നമുക്ക് ലഭിക്കേണ്ട ആവശ്യമില്ല. ചെറിയ അളവിൽ മാത്രമേ നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ നമുക്ക് വളർച്ചയ്ക്കാണെങ്കിലും നല്ല ആരോഗ്യത്തിനാണെന്നുണ്ടെങ്കിലും രോഗപ്രതിരോധ ശേഷിക്കാണെങ്കിലും ഒക്കെ ഇത് അനിവാര്യമാണ്. ഇതിന്റെ അളവിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങളും പല രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പൊ ശരിയായ രീതിയിലുള്ള രോഗപ്രതിരോധത്തിനും ആരോഗ്യത്തിനും ധാതുക്കളും അനിവാര്യമാണ്. അതേപോലെ തന്നെ ഇനി വൈറ്റമിൻസ് എന്ന് പറയുന്നത്, വൈറ്റമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധത്തെ ശേഷിക്കും നമ്മുടെ ആരോഗ്യത്തിനും വേണ്ടിയിട്ട് വൈറ്റമിൻസും അനിവാര്യമായ ഘടകമാണ്. ജലം എന്ന് പറഞ്ഞാൽ ജലത്തിന്റെ ആവശ്യം എന്താണ്? ജലത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് ശരീര ഊഷ്മാവ് ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ശരീര ഊഷ്മാവ് ക്രമപ്പെടുത്തുക എന്നുള്ളതും നിർജ്ജലീകരണം തടയുക എന്നുള്ളതുമാണ് ജലത്തിന്റെ ആവശ്യകത എന്നാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആദ്യം ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് പറഞ്ഞു. അതിന്റെ ധർമ്മം എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്നതിന് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റിന്റെ ആവശ്യം, അല്ലെങ്കിൽ ധാന്യകത്തിന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ നമ്മളത് ആവശ്യത്തിന് മാത്രം കഴിച്ചാൽ മതി. ഒരുപാട് കഴിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഒരുപാട് കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ പൊണ്ണത്തടിക്ക് കാരണമാവും. അപ്പൊ ആവശ്യത്തിന് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം അല്ലെ, ഊർജത്തിന് വേണ്ട കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകം മാത്രം നമ്മൾ കഴിച്ചാൽ മതി. രണ്ടാമത് പറഞ്ഞത് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മാംസ്യം, അതിന്റെ ആവശ്യകത എന്താണ്? നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ നിർമ്മാണ ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീര വളർച്ചയ്ക്ക് പ്രോട്ടീൻ ധാരാളം കഴിക്കണം. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഒരുപാട് കഴിക്കണം. കൊഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പും ഊർജം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. പക്ഷെ വൈറ്റമിൻ ഡിയുടെ ആഗിരണത്തിന് കൊഴുപ്പ് അനിവാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും കൊഴുപ്പും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല നമ്മുടെ ഫുഡിൽ നിന്നും. ധാതുക്കൾ എന്ന് പറയുമ്പോൾ നമുക്കത് വളരെ ചെറിയ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. പൊട്ടാസ്യം, സോഡിയം പോലുള്ള വസ്തുക്കളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിന് വളരെ ചെറിയ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ അത് ചെറിയ അളവിൽ ലഭിച്ചിരിക്കണം. ആ കൃത്യമായ അളവിൽ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പൊ ആരോഗ്യത്തിനാണെങ്കിലും രോഗപ്രതിരോധ ശേഷിക്കാണെങ്കിലും വളർച്ചയ്ക്കാണെങ്കിലും നമ്മുടെ ബുദ്ധി വികാസത്തിനൊക്കെ എന്താവശ്യമാണ്? ധാതുക്കൾ ആവശ്യമാണ്. വൈറ്റമിൻസും അതേപോലെ തന്നെയാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും ശരിയായിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങൾക്കും ആരോഗ്യത്തിനും വൈറ്റമിൻസും ആവശ്യമാണ്. ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീര ഊഷ്മാവ് നിലനിർത്തുന്നതും അല്ലെങ്കിൽ ശരീര ഊഷ്മാവ് ക്രമപ്പെടുത്തുന്നതും നിയന്ത്രിക്കുന്നതും നിർജ്ജലീകരണത്തെ തടയുന്നതും ജലമാണ്. അപ്പൊ ഇത്രയും അതിന്റെ ധർമ്മമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശരീരത്തിലെ രാസപ്രവർത്തനത്തിന്റെ ഗതികളെ നിയന്ത്രിക്കുന്ന രാസവസ്തുക്കളെ എന്താണ് പറയുന്നത്? അതായത് ശരീരത്തിന്റെ രാസപ്രവർത്തനങ്ങളെ, നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള രാസപ്രവർത്തനങ്ങളുടെ ഗതിയെ നിയന്ത്രിക്കുന്ന വസ്തുക്കളെ നമ്മൾ എൻസൈമുകൾ എന്ന് പറയും. എൻസൈമുകൾ എന്ന് പറയും. സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ല് ഏത്? സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ല് എന്തായിരിക്കും? കോമ്പൽ അല്ലെ. നമ്മുടെ ആഹാരം കടിച്ചു മുറിക്കാനല്ല, കടിച്ചു കീറാൻ ഉപയോഗിക്കുന്ന പല്ലാണ് കോമ്പല് അല്ലെ. സാധാരണ മാംസബുക്കുകളിലൊക്കെ ശരിക്കും ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നത് കാണും. നമുക്കും ഉണ്ടല്ലേ ആ കോമ്പല്. അത്രയ്ക്കും ഈ നമ്മുടെ മാംസ്യഭോജി, അതായത് നമ്മുടെ കടുവാപ്പുലി അതുപോലെ നമ്മുടെ പട്ടി അങ്ങനത്തെ ജീവികളിലെ പല്ലിന്റെ കോമ്പലിന്റെ അത്രയും കൂർത്തതല്ലെങ്കിലും നമുക്കുമുണ്ട് കോമ്പല്ല്. അപ്പൊ ഈ ആഹാരം കടിച്ച് കീറാൻ ഉപയോഗിക്കുന്ന പല്ലാണ് കോമ്പല്ല്. അത് എന്തിനില്ല? സസ്യബുക്കുകൾക്ക് ആവശ്യം
ഇല്ല. സസ്യബുക്കുകൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് സസ്യബുക്കുകളിൽ കാണാത്ത പല്ല് അല്ലെങ്കിൽ ഇല്ലാത്ത പല്ല് എന്ന് പറയുന്നത് കോമ്പല്ലാണ്. അടുത്ത ചോദ്യം, പോളിഡിപ്സിയ എന്നാൽ എന്താണെന്ന്. പോളിഡിപ്സിയ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പോളിഡിപ്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ ദാഹമാണ് പോളിഡിപ്സിയ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പോഷണത്തെക്കുറിച്ചുള്ള പഠനം ട്രോഫോളജിയാണ്. പോഷണത്തെക്കുറിച്ചുള്ള പഠനമാണ് ട്രോഫോളജി. അടുത്തത്, ദഹന പ്രക്രിയ പൂർണ്ണമാകാൻ എത്ര സമയം വേണം? ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ദഹന പ്രക്രിയ നമുക്ക് പൂർണ്ണമാകാൻ 4 മുതൽ 5 മണിക്കൂർ വരെ വേണം. ദഹന പ്രക്രിയ പൂർണ്ണമാകണമെങ്കിൽ 4 മുതൽ 5 മണിക്കൂർ വരെ വേണം. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റുകൾ ഏതൊക്കെയാണ്? പിത്തരസം എന്ന് പറയുന്നത് കരളിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആ പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റുകളാണ് ബിലിറുബിനും ബിലിവെർഡിനും എന്ന് പറയുന്നത്. ഈ ബിലിവെർഡിനും നമ്മുടെ അരുണ രക്താണുക്കൾ ഉണ്ടല്ലോ, അവ നശിച്ചു പോകില്ലേ, ആ സമയത്ത് രൂപം കൊള്ളുന്നവയാണ് ഈ ബിലിവെർഡിനും എന്ന് പറയുന്നത്. പിത്തരസത്തിന്റെ നിറം എന്ന് പറയുന്നത് ഒരു മഞ്ഞ കലർന്ന പച്ച നിറമാണ്. ഈ നിറം നൽകുന്നത് ഈ ബിലിറുബിനും ബിലിവെർഡിന്റെയും പ്രസൻസ് മൂലമാണ് ഇതിന് ഈ നിറം കിട്ടുന്നത്. അപ്പൊ പിത്തരസത്തിൽ കാണപ്പെടുന്ന പിഗ്മെന്റുകൾ എന്താണ്? ബിലിറുബിനും ബിലിവെർഡിനുമാണ്. അടുത്ത ചോദ്യം, പിത്തരസം എവിടെയാണ് സംഭരിക്കുന്നത്? പിത്താശയത്തിലാണ് സംഭരിക്കുന്നത്. നമ്മുടെ 9ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അതിലെ ആഹാരം അന്നപഥത്തിലൂടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ ഈ പിത്താശയത്തെക്കുറിച്ചും പിത്തരസത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് മറ്റൊന്നും പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ പിത്തരസം എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. അപ്പൊ കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. പിത്തരസത്തിനാണ് നമ്മൾ ബൈൽ എന്ന് പറയുന്നത്. എന്നിട്ട് അത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു, പിത്താശയം അല്ലെ, പിത്താശയത്തിലാണ് നമ്മളത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് എവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നു? പിത്താശയത്തിൽ കൊണ്ടുവന്ന് സംഭരിക്കുന്നു. ഇനി ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ കൊഴുപ്പിനെ ചെറിയ കണികകളാക്കി മാറ്റാൻ ഈ ബൈൽ അഥവാ പിത്തരസം സഹായിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം, ഈ ആമാശയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക് നേച്ചറാണ്. അതായത് അവിടുത്തെ pH, ആമാശയത്തിലെ pH എന്ന് പറയുന്നത് 1 മുതൽ 3 വരെയാണെന്ന് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും അസിഡിക് ആണ്. കാരണം എന്താ, അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് അല്ലെ. എന്നാൽ നമ്മുടെ ചെറുകുടലിൽ എന്ന് പറയുന്നത്, ചെറുകുടലിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ ആൽക്കലി രൂപമാണ്, അല്ലെങ്കിൽ ആൽക്കലി നേച്ചറാണ് നമ്മുടെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അഥവാ ചെറുകുടലിനുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അല്ലെ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വായിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു പ്രത്യേകമായിട്ട് ഒരു pH ഇല്ല. നമ്മുടെ ഉമിനീരുമായി ചേരുന്നുണ്ടെങ്കിലും അതിന് പ്രത്യേകിച്ച് അസിഡിക് നേച്ചറോ അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവമോ ഒന്നുമില്ല. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് അവിടെ ചിലപ്പോൾ അസിഡിക്കോ ആൽക്കലി സ്വഭാവമോ വരാം. നമ്മൾ കഴിക്കുന്നത് ഇപ്പൊ കുറച്ച് അസിഡിക് ആയിട്ടുള്ള വസ്തുവാണ് എന്നുണ്ടെങ്കിൽ അസിഡിക് നേച്ചർ വരില്ല. നല്ല പുളിയുള്ള പഴങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അസിഡിക് നേച്ചർ വരും. അല്ലാതെ നമ്മുടെ ഉമിനീരുമായിട്ട് ഭക്ഷണം ചേരുമ്പോൾ അവിടെ അസിഡിക് നേച്ചറോ അല്ലെങ്കിൽ ആൽക്കലി നേച്ചറോ വരുന്നില്ല. അതിനുശേഷം അത് അവിടെ നിന്ന് ചെന്നിട്ട് ആമാശയത്തിൽ ചെല്ലുമ്പോൾ അവിടെ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വരും? അസിഡിക് നേച്ചറാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് അവിടെ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ അഥവാ ചെറുകുടലിലേക്ക് പോകും. ചെറുകുടലിൽ എത്തിക്കഴിയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആൽക്കലി സ്വഭാവമാണ് അതിന് വരുന്നത്. ആൽക്കലി സ്വഭാവം ആയതുകൊണ്ടാണ് ഇതിന് ശരിക്കും നല്ല പോഷകങ്ങളെയൊക്കെ ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ആൽക്കലി സ്വഭാവത്തിലേക്ക് മാറ്റാൻ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ ബൈൽ, പിത്തരസം എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം, അപ്പൊ ഈ പിത്തരസം ഈ പിത്താശയത്തിൽ നിന്നും എവിടേക്കായിരിക്കും സ്രവിക്കുന്നത്? അത് സ്രവിക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ്, അല്ലെങ്കിൽ ചെറുകുടലിലേക്കാണ്. ഈ ചെറുകുടലിന്റെ ഏറ്റവും ആദ്യത്തെ ഭാഗമുണ്ട്, അതിനെ പക്വാശയം എന്ന് മലയാളത്തിൽ പറയും. ഇംഗ്ലീഷിലാണെന്ന് നമ്മൾ ഡിയോഡിയം എന്നാണ് പറയാ. നമ്മുടെ ചെറുകുടലിനെ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഡിയോഡിനം, ജെജുനം, ഇലിയം എന്ന് പറഞ്ഞിട്ട് 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഡിയോഡിനത്തെയാണ് നമ്മൾ പക്വാശയം എന്ന് പറയുന്നത്. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഏറ്റവും ചെറിയ ഭാഗമാണിത്, ഏറ്റവും തുടക്കത്തിൽ തന്നെ ഉള്ളത് അല്ലെ. പക്വാശയം എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ തുടങ്ങുന്ന ഭാഗമാണ്. ഏകദേശം ഒരു 26 സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ. 26 സെന്റിമീറ്റർ മാത്രമേ ഇതിന് നീളമുള്ളൂ. ഏറ്റവും ചെറിയ ഭാഗമാണ് പക്വാശയം അഥവാ ഡിയോഡിനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ജെജുനവും ഇലിയവുമാണ്. ഈ ജെജുനത്തിനെ മലയാളത്തിൽ പറയുന്ന പേര് ശൂന്യാന്ത്രം എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ തരാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് ജെജുനം എന്ന് തന്നെ തരാനേ ചാൻസ് ഉള്ളൂ. ശൂന്യാന്ത്രം എന്നാണ് ജെജുനത്തെ മലയാളത്തിൽ പറയുന്നത്.
അത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് ഇലിയം എന്ന് പറയുന്നത്. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ അല്ലെങ്കിൽ ചെറുകുടലിന്റെ ഏറ്റവും അവസാന ഭാഗമാണ് ഇലിയം എന്ന് പറയുന്നത്. അതിനെ കൃശാന്ത്രം എന്ന് പറയും. കൃശാന്ത്രം, ഇലിയം എന്നേ തരാൻ ചാൻസ് ഉള്ളൂ. ഇലിയം അതാണ് ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത്. ചെറുകുടലിന്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് ഈ ഇലിയമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഈ ബൈലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. കരൾ ഉൽപ്പാദിപ്പിക്കുന്നു, എന്തിൽ സ്റ്റോർ ചെയ്യുന്നു? നമ്മുടെ പിത്താശയത്തിൽ കരൾ ഉൽപ്പാദിപ്പിക്കുന്നു പിത്തരസം പിന്നെ പിത്താശയത്തിൽ സ്റ്റോർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ പിത്താശയത്തിൽ സ്റ്റോർ ചെയ്ത പിത്തരസം എവിടേക്കാണ് സ്രവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ചെറുകുടലിന്റെ ആദ്യ ഭാഗമായിട്ടുള്ള ഈ പക്വാശയത്തിലേക്കാണ് സ്രവിക്കുന്നത്. എന്നിട്ട് അത് അവിടെ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഇതിനെ കൊഴുപ്പിനെ ചെറിയ കണികകളാക്കുന്നു. അതേപോലെ തന്നെ ഇതിന് ഭക്ഷണത്തിന് അവിടെ ആൽക്കലി നേച്ചർ ആൽക്കലി സ്വഭാവം നൽകുന്നത് പിന്നെ ഈ ബൈലാണ് അഥവാ പിത്തരസമാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ബൈലില് ഒരു എൻസൈമും അടങ്ങിയിട്ടില്ല, ഒരു തരത്തിലുള്ള രാസാഗ്നികളും ഇതിൽ അടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റില്. ബൈലിൽ അതായത് പിത്തരസത്തിൽ ഒരു തരത്തിലുള്ള എൻസൈമുകളും അടങ്ങിയിട്ടില്ല. പിന്നെ എന്തേ ഉള്ളൂ? ബിലിറുബിനും ബിലിവെർഡിനും മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റു രീതിയിലുള്ള ഒരു എൻസൈമുകളും രാസാഗ്നികളും ഇതിൽ അടങ്ങിയിട്ടില്ല എന്ന് ശ്രദ്ധിക്കുക. അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. കരൾ ഉൽപ്പാദിപ്പിച്ച പിത്തരസത്തെ പിത്താശയത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ പിത്താശയത്തിൽ സ്റ്റോർ ചെയ്ത പിത്തരസം എവിടേക്കാണ് സ്രവിക്കുന്നത്? നമ്മുടെ ചെറുകുടലിന്റെ ആദ്യ ഭാഗമായിട്ടുള്ള പക്വാശയത്തിലേക്കാണ് സ്രവിക്കുന്നത്. ചെറുകുടലിന്റെ ഏറ്റവും ചെറിയ ഭാഗമാണ് പക്വാശയം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഭാഗം ഇലിയമാണ്. പിന്നെ പറഞ്ഞത് ഇതിൽ രാസാഗ്നികൾ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. ഇതിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ധർമ്മം എന്ന് പറയുന്നത് കൊഴുപ്പിനെ ചെറിയ കണികകളാക്കുക എന്നുള്ളതും അതേപോലെ തന്നെ നമ്മുടെ ഇതിന് ഒരു ആൽക്കലി സ്വഭാവം നൽകുക എന്നുള്ളതുമാണ്. അപ്പൊ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈലല്ല. ഞാൻ പറഞ്ഞില്ലേ, ബൈൽ ഒരു എൻസൈം അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൊഴുപ്പിനെ ദഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിപ്പേസ് എന്നാണ് പറയേണ്ടത്. ലിപ്പേസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോട്ടീന്റെ ദഹനത്തിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രോട്ടീന്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം ഏതാണ്? പെപ്സിനും ട്രിപ്സിനും ആണ് അല്ലെ. പെപ്സിൻ ആമാശയത്തിലാണ്, ട്രിപ്സിൻ ചെറുകുടലിലാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് ലിപ്പേസ് ആണ്. നമ്മൾ സാധാരണ കൊഴുപ്പുള്ള വസ്തുക്കൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പുമ്മലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ഇല്ലേ? ചുണ്ടുമ്മലൊക്കെ ആ കൊഴുപ്പ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് ലിപ്പേസ് എന്ന് ഓർക്കാൻ സാധിക്കും. അത് നമ്മുടെ ആമാശയത്തിലുള്ള ലിപ്പേസ് ആണെങ്കിൽ അതിനെ ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്നാണ് പറയുക. ഇല്ല, അത് നമ്മുടെ ചെറുകുടലിലുള്ള ലിപ്പേസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്നാണ് പറയുക. അത് വേറെ ഒന്നും കൂടെ അല്ല, ഈ പാൻക്രിയാറ്റിക് ഗ്രന്ഥി ഉണ്ടല്ലോ, ആഗ്നേയ ഗ്രന്ഥി ആണ് ഇതിനെ ലിപ്പേസിനെ അവിടേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറയുന്നത്. ആമാശയത്തിലുള്ള ലിപ്പേസ് ഉണ്ടല്ലോ, ഗ്യാസ്ട്രിക് ലിപ്പേസ്, അത് കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഇവിടെ എത്തുമ്പോൾ, ചെറുകുടലിൽ എത്തുമ്പോൾ ആ കൊഴുപ്പിനെ നമ്മുടെ പാൻക്രിയാറ്റിക് ലിപ്പേസ് മുഴുവനായിട്ടും ദഹിപ്പിച്ചിട്ട് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. മാറ്റുന്നു. നിങ്ങളിതൊരു ഏരോ മാർക്ക് ഇട്ട് എഴുതുക. ഓരോന്നും ദഹനം, ഓരോ സ്ഥലത്തും, അതായത് വായിൽ നടക്കുന്ന ദഹനം, പിന്നെ ആമാശയത്തിൽ എന്തൊക്കെ ദഹനം നടക്കുന്നു, അതിനുശേഷം നമ്മുടെ ഈ ചെറുകുടലിൽ എന്തൊക്കെ ദഹനം നടക്കുന്നു എന്നുള്ളത് ഒരു ഏരോ മാർക്ക് ഇട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ തെറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ആദ്യം നമ്മുടെ വായിൽ നിന്നാണ് ദഹനം ആരംഭിക്കുന്നത്. നമ്മുടെ ഉമിനീരിലുള്ള അമിലേസ് എന്ന് പറഞ്ഞ എൻസൈം നമ്മുടെ അന്നജത്തെ എന്താക്കി മാറ്റും? മാൾട്ടോസ് ആക്കി മാറ്റും. അതുകൊണ്ടാണ് നമ്മൾ ചവയ്ക്കുമ്പോൾ കുറെ നേരം നമ്മുടെ വായിലിട്ട് ചവച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മധുരം നമുക്ക് തോന്നുന്നത് അല്ലെ. മാൾട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ ഗ്ലൂക്കോസിന്റെ തന്നെ ഏറ്റവും ചെറിയ ഭാഗമാണ്, ഏറ്റവും ചെറിയ പാർട്ടാണ്. അതായത് ഡൈസാക്രൈഡ് എന്ന് പറയും. അത്രയ്ക്കൊന്നും അങ്ങ് പോകണ്ട, ചെറിയ രൂപമാണ് മാൾട്ടോസ് എന്ന് പറയുന്നത്. അപ്പൊ വായിലാണ് ദഹനം ആരംഭിക്കുന്നത്. വായിൽ വെച്ചിട്ട് ഉമിനീരിൽ അടങ്ങിയിട്ടുള്ള അമിലേസ് എന്ന് പറഞ്ഞ എൻസൈം അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. പിന്നെ അവിടെ നിന്നും നമ്മുടെ ആമാശയത്തിൽ എത്തിക്കഴിയുമ്പോൾ ആമാശയത്തിൽ എന്തൊക്കെയുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു ഗ്യാസ്ട്രിക് ലിപ്പേസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പെപ്സിൻ ഉണ്ട്. ഈ പെപ്സിൻ എന്താണ് ചെയ്യുന്നത്? പെപ്സിൻ പ്രോട്ടീനാണ് എടുക്കുന്നത് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു മാംസാഹാരങ്ങൾ കഴിച്ച് നമ്മൾ പെപ്സി കുടിക്കുന്നു അല്ലെ. മാംസ്യമാണ് പ്രോട്ടീൻ, മാംസമല്ല മാംസ്യമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രോട്ടീനെ പെപ്സിൻ എന്ത് ചെയ്യും? പെപ്റ്റോൺ ആക്കി മാറ്റും. അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് ലിപ്പേസ് ഉണ്ട്. അവിടെ ഗ്യാസ്ട്രിക് ലിപ്പേസ് കൊഴുപ്പിനെ എടുത്തിട്ട് കൊഴുപ്പിനെ ഭാഗികമായിട്ടും ദഹിപ്പിക്കും അല്ലെ.
പിന്നെ ആമാശയത്തിലുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ധർമ്മം എന്താണ്? നമ്മുടെ ഈ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ധർമ്മം. അതേപോലെ തന്നെ ശ്ലേഷ്മം ഉണ്ടായിരിക്കും. ശ്ലേഷ്മത്തിന്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ ഈ ആമാശയ ഭിത്തിനെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് നമ്മൾ പറഞ്ഞു 1 മുതൽ 3 വരെയാണ് pH അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആമാശയത്തിന്റെ ഭിത്തികളൊക്കെ ദ്രവിച്ചു പോകാതിരിക്കാൻ സഹായിക്കുന്നത് ശ്ലേഷ്മമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഭക്ഷണം വരുന്നത് ചെറുകുടലിലേക്കാണ്. ചെറുകുടലിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഉള്ളത് എന്തൊക്കെയാണ്? അവിടെ നമ്മൾ ഇതുപോലെ തന്നെ ട്രിപ്സിൻ ഉണ്ട്. പ്രോട്ടീനെ ദഹിപ്പിക്കാൻ വേണ്ടി ട്രിപ്സിൻ ഉണ്ട്. ട്രിപ്സിൻ എന്ത് ചെയ്യും? ഈ പ്രോട്ടീനെ പിടിച്ചിട്ട്, ദഹിക്കാത്ത പ്രോട്ടീനെ പിടിച്ചിട്ട് പെപ്റ്റൈഡ് ആക്കി മാറ്റും. പിന്നെ അതേപോലെ തന്നെ അവിടെ പാൻക്രിയാറ്റിക് ലിപ്പേസ് ഉണ്ട്. പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ ദഹിക്കാത്ത കൊഴുപ്പിനെ പിടിച്ചിട്ട് എന്താക്കി മാറ്റും? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും. അതേപോലെ തന്നെ ചെറുകുടലിലും പാൻക്രിയാറ്റിക് അമിലേസ് ഉണ്ട്. നമ്മൾ നേരത്തെ വായിൽ പറഞ്ഞു അമിലേസ് ഉണ്ടെന്ന്. അതേപോലെ പാൻക്രിയാറ്റിക് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് അമിലേസ് ഉണ്ട്. അപ്പൊ അതെന്താണ് ചെയ്യുക? അത് അന്നജത്തെയാണ് അല്ലെ പിടിക്കുക. അന്നജത്തെ പിടിച്ചിട്ട് മാൾട്ടോസ് ആക്കി മാറ്റുന്നത് പാൻക്രിയാറ്റിക് അമിലേസ് ആണ്. പിന്നെ അതിനൊക്കെ പുറമെ ബൈലും കൂടി അല്ലെ, പിത്തരസത്തെ കൂടിയിട്ട് എവിടേക്ക് സ്രവിക്കുന്നുണ്ട്? നമ്മുടെ ഈ സ്മോൾ ഇൻഡസ്ട്രീന്റെ ആദ്യ ഭാഗമായിട്ടുള്ള പക്കാശയത്തിലേക്ക് സ്രവിക്കുന്നുണ്ട്. അതിന്റെ പണി എന്താണ്? അതിന്റെ പണി എന്ന് പറയുന്നത് കൊഴുപ്പിനെ പിടിച്ച് ചെറിയ കണിക ാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇത് നമുക്ക് കൂടുതൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻസുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും. നിങ്ങൾ ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഭക്ഷണത്തിൽ അടങ്ങിയ ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. പോഷകങ്ങളെല്ലാം ചെറുകുടലിൽ വെച്ച് ഏറ്റവും അവസാനം ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യുന്നു. പിന്നെ ജലാംശം എവിടെ വെച്ചിട്ടാണ്? വൻകുടലിൽ വെച്ചാണ് ആഗിരണം ചെയ്യുന്നത്. അപ്പൊ ഭക്ഷണത്തിൽ അടങ്ങിയ ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം വൻകുടലാണ്. അമിലൈസ് എന്ന എൻസൈം എന്തിലാണ് പ്രവർത്തിക്കുന്നത്? അമിലൈസ് എന്ന് പറഞ്ഞ എൻസൈം അന്നജത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ഉമിനീരിൽ സലൈവറി അമിലേസ് ഉണ്ട് അല്ലെ. ഉമിനീരിൽ സലൈവറി അമിലേസ് ഉണ്ട്. അതെന്ത് ചെയ്യും? നമ്മുടെ അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റും. അതേപോലെ തന്നെ നമ്മുടെ ചെറുകുടലില് പാൻക്രിയാറ്റിക് അമിലേസ് ഉണ്ട്. അതും പാൻക്രിയാറ്റിക് അമിലേസും ഈ അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റും. അപ്പൊ അമിലേസ് എന്ന് പറഞ്ഞ എൻസൈം എന്തിലാണ് പ്രവർത്തിക്കുന്നത്? അന്നജത്തിലാണ് പ്രവർത്തിക്കുന്നത്. അടുത്തത് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചാണ്. ആഹാര വസ്തുക്കളെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, കടിച്ച് മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ലാണ്. നമ്മുടെ ഫ്രണ്ടിലുള്ള ഉളി പോലത്തെ പല്ല്. ഉളി കണ്ടിട്ടില്ലേ നിങ്ങൾ? ഉളി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിൻ്റെ അറ്റഭാഗം അഗ്രഭാഗം കൂർത്തിട്ടല്ല അല്ലെ, ഇങ്ങനെ നല്ല മൂർച്ചയുണ്ടാവും, പക്ഷെ ഇങ്ങനെ പരന്നിട്ടാണ്. കണ്ടില്ലേ ഉളി എന്ന് പറഞ്ഞത്? അപ്പൊ അതുപോലെയുള്ള പല്ല് ഏതാണ്? നമ്മുടെ ഫ്രണ്ടിലുള്ള പല്ല് അല്ലെ. ഫ്രണ്ടിൽ മുകളിൽ 4 പല്ലും അടിയിൽ 4 പല്ലുണ്ട്. അങ്ങനെ ടോട്ടൽ 8 പല്ലാണ് നമുക്ക് ഉളിപ്പല്ലുള്ളത്. എന്നാൽ കടിച്ച് കീറാൻ, ആഹാര പദാർത്ഥങ്ങളെ കടിച്ച് കീറാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കീറൽ വരുമ്പോൾ അത് കോമ്പല്ലാണ്. അപ്പൊ ആഹാര പദാർത്ഥങ്ങളെ കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്നത് ഉളിപ്പല്ലും, എന്നാൽ ആഹാര പദാർത്ഥങ്ങളെ കടിച്ച് കീറാൻ ഉപയോഗിക്കുന്നത് കോമ്പല്ലുമാണ്. ഉളിപ്പല്ലുകൾ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണമാണ് നമുക്കുള്ളത്. മുകളിൽ 4 എണ്ണം, അടിയിൽ 4 എണ്ണം, അങ്ങനെ 8 എണ്ണമാണ് ഉള്ളത്. കോമ്പല്ലുകളാണെങ്കിൽ 4 എണ്ണേ ഉള്ളൂ അല്ലെ. 2 സൈഡിലും ഓരോന്ന് വെച്ചിട്ട് മുകളിൽ 2 എണ്ണം, അടിയിൽ 2 എണ്ണം. അപ്പൊ ഉളിപ്പല്ലുകൾ നമുക്കുള്ളത് 8 എണ്ണവും കോമ്പല്ലുകൾ ഉള്ളത് 4 എണ്ണമാണ് ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് അഗ്രചർവണകവും ചർവണകവുമാണ്. അത് രണ്ടും നമുക്ക് എന്തിനാ? ചവച്ചരയ്ക്കാൻ വേണ്ടിയാണ് സഹായിക്കുന്നത് അല്ലെ. ചവച്ചരയ്ക്കാൻ അഗ്രചർവണകം ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത്. എത്ര എണ്ണം ഉണ്ട്? അഗ്രചർവണകം എന്ന് പറയുന്നത് 8 എണ്ണമാണ് ഉള്ളത്. 8 എണ്ണം, അടിയിൽ 4 എണ്ണം, മുകളിൽ 4 എണ്ണം വെച്ചിട്ട് 8 എണ്ണമാണ് ഉള്ളത്. അതിനുശേഷം വരുന്നതാണ് ചർവണകം എന്ന് പറയുന്നത്. ചർവണകം 12 എണ്ണമാണ് ഉള്ളത്. ചർവണകവും നമ്മുടെ കടിച്ച് ചവച്ചരയ്ക്കാൻ തന്നെയാണ് സഹായിക്കുന്നത്. പക്ഷെ അത് എത്ര എണ്ണം ഉണ്ട്? ചർവണകം 12 എണ്ണം ഉണ്ട്. 12 എണ്ണം. അപ്പൊ 8, 4, 8, 12, 8, 4, 8, 12. 8 എണ്ണം ഉളിപ്പല്ല്, 4 എണ്ണം കോമ്പല്ല്, പിന്നെ 8 എണ്ണം അഗ്രചർവണകം, പിന്നെ 12 എണ്ണം ചർവണകം. അടുത്ത ചോദ്യം, ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്ന അന്നനാളത്തിന്റെ പ്രത്യേക തരം സങ്കോച വികാസത്തിന്റെ പേരെന്ത്? ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്ന അന്നനാളത്തിന്റെ
പ്രത്യേകതരം സങ്കോച വികാസത്തിന്റെ പേരെന്താണ്? പെരിസ്റ്റാളിസിസ് എന്നാണ്. പെരിസ്റ്റാളിസിസ് മൂലമാണ് നമ്മുടെ ആഹാരം അന്നനാളത്തിൽ നിന്നും ആമാശയത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ആ ചലനത്തിന്റെ പേരെന്താണ്? പെരിസ്റ്റാൾസിസ് എന്നാണ്. ഇതേ രീതിയിലുള്ള ഈ പെരിസ്റ്റാൾസിസ് ചലനം നമ്മുടെ ആമാശയത്തിനുള്ളിലും നടക്കുന്നുണ്ട്. ഈ ആമാശയ ഭിത്തികളും ഇതേപോലെ തന്നെ ഈ ആഹാര പദാർത്ഥത്തെ ഇങ്ങനെ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് വഴിയാണ് ഇങ്ങനെ ഇടിച്ചിങ്ങനെ കുഴമ്പ് രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നത്. ആമാശയ ഭിത്തികളുടെ പെരിസ്റ്റാൾസിസ് ചലനം മൂലമാണ് ആഹാര പദാർത്ഥങ്ങൾ ഇതിനുള്ളിൽ കിടന്നിങ്ങനെ ദഹിക്കാൻ പാകത്തിന് കുഴമ്പ് രൂപത്തിൽ ആകുന്നത്. പിന്നെ ഇതിനെ കുറെ നേരം നമ്മുടെ ആമാശയത്തിൽ പിടിച്ചു നിർത്തണം അല്ലേ, എങ്കിൽ മാത്രമേ ഈ രീതിയിൽ നമുക്ക് ദഹിപ്പിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അതിന് സഹായിക്കുന്ന ഇതിനെ പറയുന്നത് വലയപേശികൾ എന്നാണ്. വലയപേശികൾ എന്നാണ്. അതായത് നമ്മുടെ ആമാശയത്തിന്റെ അവസാന ഭാഗത്ത് പ്രത്യേക തരത്തിലുള്ള വലയപേശികളുണ്ട്. ഈ വലയപേശികളാണ് ആമാശയത്തിൽ ഈ ഭക്ഷണത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തും പെരിസ്റ്റാൾസിസ് വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ അന്നനാളത്തിൽ കൂടി ആഹാരം ആമാശയത്തിൽ എത്താൻ സഹായിക്കുന്നത് ഈ അന്നനാളത്തിന്റെ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ആണ്. അതേപോലെ തന്നെ ആമാശയത്തിനുള്ളിലും ഈ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ഉണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ആഹാരം ദഹനത്തിന് സഹായകമാകുന്നത്. ഈ ആമാശയത്തിൽ ഈ ആഹാര പദാർത്ഥത്തെ കൂടുതൽ സമയം പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത് വലയപേശികളാണ്. ആമാശയത്തിന്റെ അവസാന ഭാഗത്താണ് ഈ പ്രത്യേക തരത്തിലുള്ള വലയപേശികൾ കാണപ്പെടുന്നത്. അടുത്തത് ആദ്യമായി കണ്ടെത്തിയ എൻസൈം ഏതാണെന്നാണ്. ആദ്യമായി കണ്ടെത്തിയ എൻസൈം സൈമേസ് ആണ്. സൈമേസ് ആണ് ഏറ്റവും ആദ്യമായി കണ്ടെത്തിയ എൻസൈം. അപ്പൊ നമ്മൾ അമിലേസ് പറഞ്ഞു, ട്രിപ്സിൻ പറഞ്ഞു, പെപ്സിൻ ഒക്കെ പറഞ്ഞു അല്ലെ. ഇതെന്താണ്? ആദ്യമായി കണ്ടെത്തിയ എൻസൈം എന്ന് പറയുന്നത് സൈമേസ് ആണ്. സൈമേസ്. അടുത്തത് ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം ഏതാണ്? ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം തയാലിനാണ്. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിക്കുന്ന എൻസൈം തയാലിനാണ്. അതേപോലെ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞിരുന്നു അമിലേസ് അല്ലെ, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു എൻസൈമാണ് എന്തെന്ന് പറയുന്നത്? അമിലേസ് എന്ന് പറഞ്ഞത്. അന്നജത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമാണ് അമിലേസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എൻസൈമിന്റെ പേരാണ് തയാലിൻ എന്ന് പറയുന്നത്. തയാലിൻ. നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗം ഏതാണ്? ക്ലോമപിദാനം അഥവാ എപ്പിഗ്ലോട്ടിസ് അല്ലെ. നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ ശ്വാസനാളത്തിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി അവിടെ തടയുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് ക്ലോമപിദാനം അഥവാ എപ്പിഗ്ലോട്ടിസ് എന്നുള്ളത്. ഇതൊക്കെ SCRT-യിലുള്ള ഭാഗങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കറിയാൻ സാധിക്കും, നമ്മൾ ചിലപ്പോഴൊക്കെ വെള്ളം കുടിക്കുമ്പോൾ തെരുപ്പിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? മൂക്കിൽ കൂടെ വരും ഇല്ലേ. നമ്മൾ വെള്ളം കുടിക്കുന്നതിനിടയിൽ പെട്ടെന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ വെള്ളം നമ്മുടെ ശിരസിൽ കയറാന്നൊക്കെ പറയും. നിങ്ങളവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ വെള്ളം മൂക്കിൽ കൂടെ വരും അല്ലേ. അപ്പം അതായത് നമ്മളെ വായ, അതേപോലെ തന്നെ നമ്മുടെ മൂക്ക്, അതേപോലെ തന്നെ നമ്മുടെ ശ്വാസനാളം, അന്നനാളം, ഇതെല്ലാം ഒരു സ്ഥലത്തേക്കാണ് തുറന്നു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായിൽ കൂടി ചെല്ലുന്നത്, അതേപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ അല്ലെ, അത് മൂക്കിൽ കൂടി ചെല്ലുന്നത്. അതേപോലെ തന്നെ ഈ ശ്വാസനാളത്തിലേക്കുള്ള വഴിയും അന്നനാളത്തിലേക്കുള്ള വഴിയൊക്കെ ഒരു സ്ഥലത്താണ് അല്ലെ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ അന്നനാളത്തിലേക്ക് പോകാൻ പാടുള്ളൂ, അല്ലാതെ ശ്വാസനാളത്തിലേക്കോ മൂക്കിലേക്കോ കയറി പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈ മൂക്കിലേക്ക് പോകാതിരിക്കുക. നമ്മൾ പറഞ്ഞില്ലേ, വെള്ളം കുടിക്കുമ്പോൾ ശിരസിൽ പോയി കഴിഞ്ഞാൽ മൂക്കിൽ കൂടെ വരും അല്ലെ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇതേപോലെ മൂക്കിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറുനാക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ഈ മൂക്കിലേക്ക് കയറുന്നത്, അല്ലെങ്കിൽ എന്താണ്, നാസാഗഹ്വരം എന്ന് ഉദ്ദേശിക്കുന്നത് മൂക്കാണ്. അവിടേക്ക് കയറാതിരിക്കാൻ സഹായിക്കുന്ന ഭാഗം ചെറുനാക്ക്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കയറാതിരിക്കാൻ, ശ്വാസനാളത്തിലേക്ക് കയറിയാലുള്ള ബുദ്ധിമുട്ടൊക്കെ അറിയാൻ സാധിക്കില്ലേ. അപ്പൊ ഈ ശ്വാസനാളത്തിലേക്ക് കയറാതിരിക്കാൻ സഹായിക്കുന്നത് ക്ലോമപിദാനവുമാണ്. അപ്പൊ രണ്ട് തരത്തിലുള്ള സേഫ്റ്റി അല്ലെ, നമ്മൾ ഡോർ അടയ്ക്കുന്നത് പോലെ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന് ചെറുനാക്കും, ഒന്ന് ക്ലോമപിദാനമാണ്. ചെറുനാക്ക് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മൂക്കിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഭാഗം ചെറുനാക്കാണ്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കയറാതിരിക്കാൻ സഹായിക്കുന്നത് ക്ലോമപിദാനമാണ്. അപ്പൊ ഇത് അടയ്ക്കേണ്ട സമയത്ത് അടയ്ക്കും, തുറക്കേണ്ട സമയത്ത് തുറക്കൂലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുത് എന്ന് പറയുന്നത്. കാരണം ഇത് ഭക്ഷണം കഴിക്കുകയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരത് അടച്ചു വെക്കും. അതിനിടയിൽ കൂടി സംസാരിക്കുകയാണെങ്കിൽ ഇവർക്ക് കൺഫ്യൂഷൻ ആവും, ഇത് അടയ്ക്കണോ തുറക്കണോ എന്നുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. അടുത്തത്, നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ലവണം ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ്. നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് സോഡിയം ക്ലോറൈഡ് ആണ് നഷ്ടമാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഉപ്പിട്ട്
നാരങ്ങ വെള്ളം കുടിക്കാന്നൊക്കെ പറയും. കാരണം സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ NaCl അല്ലെ. അപ്പൊ ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ, ഉപ്പിട്ട് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സോഡിയം ക്ലോറൈഡ് തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് നിർജ്ജലീകരണം സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്ന ലവണം ഏതാണ്? ലവണം എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. അടുത്ത ചോദ്യം, പല്ലുകൾക്ക് നിറം നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുള്ള ആന്റിബയോട്ടിക് ഏതാണെന്ന്. പല്ലുകൾക്ക് നിറം നഷ്ടമാകുന്നതിന് കാരണമായിട്ടുള്ള ആന്റിബയോട്ടിക് ടെട്രാസൈക്ലിൻ ആണ്. ടെട്രാസൈക്ലിൻ എന്നുള്ള ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം മൂലമാണ് പല്ലുകൾക്ക് നിറം നഷ്ടപ്പെടുന്നത്. അപ്പൊ ആന്റിബയോട്ടിക്കിന്റെ പേര് ശ്രദ്ധിക്കാം, ടെട്രാസൈക്ലിൻ. മനുഷ്യന്റെ ദഹനേന്ദ്രിയ പദത്തിന്റെ നീളം എത്ര അടിയാണെന്ന്. മനുഷ്യന്റെ ദഹനേന്ദ്രിയ പദം എന്ന് പറഞ്ഞാൽ അറിയാലോ, ആഹാരം നമ്മൾ കഴിക്കുന്നത് തൊട്ടിട്ടല്ലേ ദഹനം വരെയുള്ള ദഹനേന്ദ്രിയ പദത്തിന്റെ നീളം എന്ന് പറയുന്നത് 30 അടിയാണ്. നീളം അടിയിലാണ് പറഞ്ഞിരിക്കുന്നത്, 30 അടിയാണ്. അടുത്ത ചോദ്യം, മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നി. മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നിയാണ് ട്രിപ്സിൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പെപ്സിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. പെപ്സിൻ എന്ന് പറയുന്നത് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നിയാണ് പെപ്സിൻ എന്ന് പറയുന്നത്. പെപ്സിനും എന്ത് തന്നെയാണ്? പ്രോട്ടീന്റെ നമ്മുടെ ദഹനത്തിന് തന്നെയാണ് സഹായിക്കുന്നത്. ഇത് ഏതാണ് പറഞ്ഞിരിക്കുന്നത്? മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നിയാണ് ട്രിപ്സിൻ എന്ന് പറയുന്നത്. ട്രിപ്സിനും എന്തിനു തന്നെയാണ്? നമ്മുടെ പ്രോട്ടീന്റെ ദഹനത്തിന് തന്നെയാണ് സഹായിക്കുന്നത്. അടുത്തത്, ഉമിനീർ ഏത് ഭക്ഷണ ഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഉമിനീർ ഏത് ഭക്ഷണ ഘടകത്തിലാണ്? അന്നജത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അന്നജത്തിൽ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന അമിലേസ് എന്താക്കുന്നു? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചവച്ചരയ്ക്കുമ്പോൾ നമുക്ക് മധുരം തോന്നുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉമിനീർ ഏതിലാണ് പ്രവർത്തിക്കുന്നത്? അന്നജത്തിലാണ് പ്രവർത്തിക്കുന്നത്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം എന്താണ്? ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം സോഡിയമാണ്. സാധാരണ സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവരാകെ കൂടി വെട്ടി വയർത്ത് അങ്ങോട്ട് അല്ലെ ബോധക്ഷയം സംഭവിക്കും. അപ്പൊ അതെന്താണ്? നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലം നഷ്ടമാകുകയാണ്. അതുകൊണ്ടാണ്. അപ്പൊ ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണമാണ് സോഡിയം എന്ന് പറയുന്നത്. അടുത്തത്, ചെറുകുടലിലെ ഏറ്റവും നീളം കൂടിയ ഭാഗം ഏതാണ്? ഇലിയം. ചെറുകുടലിലെ ഏറ്റവും നീളം കൂടിയ ഭാഗം ഇലിയമാണ്. നമ്മളിത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ചെറുകുടലിനെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു: ഡുവോഡിനം, ജജുനം, ഇലിയം അല്ലെ. ഈ ഡുവോഡിനമാണ് നമ്മൾ പക്വാശയം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ആഗ്നേയ രസവും ബൈലും ഒക്കെ സ്രവിക്കുന്നത് ഈ ചെറുകുടലിന്റെ ആദ്യ ഭാഗമായിട്ടുള്ള പക്വാശയത്തിലേക്കാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പക്വാശയം തന്നെയാണ് ഡുവോഡിനം എന്ന് പറയുന്നത്. പിന്നെ ജജുനം, ഇലിയമാണ് ഈ ചെറുകുടലിന്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ആഗ്നേയരസം അല്ലെ. ആഗ്നേയരസം എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന ആഗ്നേയരസം എന്ന് പറയുന്നത് ട്രിപ്സിൻ ആണ്. ആഗ്നേയരസമാണ് ട്രിപ്സിൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പറഞ്ഞു, പെപ്സിനോ അതെ ട്രിപ്സിനോ അതെ, രണ്ടും പ്രോട്ടീന്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകളാണ്. അതിൽ ആഗ്നേയരസം എന്ന് പറയുമ്പോൾ ട്രിപ്സിൻ ആണ് പറയേണ്ടത്. അടുത്തത്, മനുഷ്യന്റെ സ്ഥിരദന്തങ്ങൾ എത്ര എണ്ണാണ്? 32 എണ്ണാണ് സ്ഥിരദന്തങ്ങൾ അല്ലെ. എന്നാൽ നമ്മൾ പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത് 20 എണ്ണാണ്. 20 എണ്ണാണ് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്. സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32 എണ്ണാണ്. പാൽപ്പല്ലുകളുടെ എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 20 എണ്ണാണ്. പാൽപ്പല്ലുകളുടെ എണ്ണം 20 എണ്ണാണ്. അതേപോലെ തന്നെ പ്രായപൂർത്തിയായതിനു ശേഷം മുളയ്ക്കുന്ന 4 പല്ലുകളെ നമ്മൾ വിവേകദന്തങ്ങൾ എന്ന് പറയും. വിവേകദന്തങ്ങൾ എന്ന് പറയും. അടുത്ത ചോദ്യം, മനുഷ്യന്റെ വൻകുടലിന്റെ നീളം എത്ര? മനുഷ്യന്റെ വൻകുടലിന്റെ നീളം 1.4 മീറ്റർ ആണ്. മനുഷ്യന്റെ വൻകുടലിന്റെ നീളം 1.4 മീറ്റർ ആണ്. മനുഷ്യന്റെ ചെറുകുടലിന്റെ നീളമാണെങ്കിലോ, ചെറുകുടലിന് 6 മുതൽ 7 മീറ്റർ വരെ നീളമുണ്ട്. ചെറുകുടലിന് 6 മുതൽ 7 മീറ്റർ വരെ നീളമുണ്ട്. പക്ഷെ വൻകുടലിന് അത് കുറവേ ഉള്ളൂ അല്ലെ. 1.4 മീറ്റർ മാത്രമേ നീളുള്ളൂ. ശ്രദ്ധിക്കണം, ചെറുകുടലിന് എത്ര മീറ്റർ ഉണ്ട്? 6 മുതൽ 7 മീറ്റർ വരെ നീളമുണ്ട്. എന്നാൽ വൻകുടലിന് 1.4 മീറ്റർ വരെ മാത്രമേ നീളമുള്ളൂ. അതേപോലെ അടുത്ത ചോദ്യം, മനുഷ്യന്റെ കവിളിന്റെ അനാട്ടമി നാമം എന്താണ്? മനുഷ്യന്റെ കവിളിന്റെ അനാട്ടമി നാമം ബക്ക എന്നുള്ളതാണ്. മനുഷ്യന്റെ കവിളിന്റെ അനാട്ടമി നാമം ബക്ക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ സഹായിക്കുന്ന കോമ്പല്ലുകൾ എത്ര എണ്ണം ഉണ്ട്? കോമ്പല്ലുകൾ 4 എണ്ണാണല്ലോ ഉള്ളത്. കോമ്പല്ലുകൾ 4 എണ്ണാണുള്ളത്. 8, 4, 8, 12. 8, 4, 8, 12 എന്ന് പഠിക്കുക. 8 എണ്ണം എത്ര എണ്ണാണ്? 8 ഉളിപ്പല്ലുകള്, 4 കോമ്പല്ലുകള്,
പിന്നെ വീണ്ടും 8 അഗ്രചർവണകം, ചർവണകം മാത്രം 12 എണ്ണം ഉണ്ട്. അടുത്തത് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെൻഡെയ്ൻ ആണ്. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലെ ആ പാഠത്തിലെ ആഹാരം അന്നപഥത്തിലൂടെ എന്ന ചാപ്റ്ററിൽ പല്ലിന്റെ ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പുറമേ ഉള്ള ഭാഗം അല്ലെ, പല്ലിന്റെ ഏറ്റവും പുറമേ ഉള്ള ഭാഗം ഇനാമലാണ്. PSC സ്ഥിരം ചോദിക്കാറുണ്ട് പല്ലിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനാമൽ എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഏറ്റവും പുറത്തുള്ള ഭാഗം ഇനാമലാണ്. അതിന് വെള്ള നിറമാണ്. പക്ഷെ അതിന്റെ പ്രത്യേകത അത് നിർജീവമാണ് എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം, ഇനാമല് നിർജീവമാണ്. അപ്പൊ 3 കാര്യങ്ങളാണ് ഇനാമലിനെ കുറിച്ച് പഠിക്കാനുള്ളത്. വെളുത്ത നിറമാണ്, ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ്, നിർജീവമാണ്. അടുത്തത് ഡെൻഡെയ്ൻ ആണ് നമ്മുടെ ജീവനുള്ള കല എന്ന് പറയുന്നത്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല എന്ന് പറയുന്നത് ഡെൻഡെയ്ൻ ആണ്. അടുത്തത് പൾപ്പ് ക്യാവിറ്റിയിലുള്ളത് നമ്മുടെ യോജക കലകൾ, രക്തക്കുഴലുകൾ, ലിംഫ് വാഹികൾ, നാഡീതന്തുക്കളൊക്കെയാണ്. അതായത് നമുക്കറിയാൻ സാധിക്കും നമ്മുടെ പല്ലിന് എന്തെങ്കിലും കേട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുകൾ ഭാഗത്ത് വരുന്ന കേട് നമുക്ക് വേദന അനുഭവപ്പെടില്ല അല്ലെ. കുറച്ചും കൂടി ഉള്ളിലേക്കായി കഴിയുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെട്ടു തുടങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ ഈ രക്തക്കുഴലുകളിലേക്ക് നല്ല ആഴത്തിൽ ഈ കേട് വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറയും ഒന്നില്ലെങ്കിൽ ചെറിയ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ പൾപ്പ് ക്യാവിറ്റി ചെയ്യണം, വലിയവരാണെന്നെങ്കിൽ അത് റൂട്ട് കനാൽ ചെയ്യണം എന്ന് പറയും അല്ലേ. അതായത് ആ കേട് നമ്മുടെ ഈ പൾപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോഴാണ് നമുക്ക് ഈ നല്ല വേദന, സഹിക്കാൻ പറ്റാത്ത വേദന വരുന്നത്. ഈ പൾപ്പ് ക്യാവിറ്റിയിലാണ് എന്തുള്ളത്? രക്തക്കുഴലുകളും നാഡീതന്തുക്കളും ഒക്കെ കാണപ്പെടുന്നത് ഈ പൾപ്പ് ക്യാവിറ്റിയിലാണ്. പിന്നെ അതിനുശേഷം സിമന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമന്റ് എന്നുള്ള വാക്ക് പോലെ തന്നെയാണ് നമ്മുടെ പല്ലിലെ മൂണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗമാണ് സിമന്റം എന്ന് പറയുന്നത്. അപ്പൊ 4 ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഇനാമൽ എന്ന് പറഞ്ഞാൽ പല്ലിന്റെ ഏറ്റവും പുറത്തുള്ള ഭാഗമാണ്, വെളുത്ത നിറമാണ്, പക്ഷെ അതിന് ജീവനില്ല, നിർജീവമാണ്. അടുത്തത് ഡെൻഡെയ്ൻ ആണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡെയ്ൻ എന്ന് പറയുന്നത്. പിന്നെ പൾപ്പ് എന്ന് പറയുമ്പോൾ അതിലാണ് മൃദുവായിട്ടുള്ള യോജക കലകൾ, രക്തക്കുഴലുകൾ, ലിംഫ് വാഹികൾ, നാഡീതന്തുക്കളൊക്കെ കാണപ്പെടുന്നത്. പിന്നെ സിമന്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോണയിൽ നമ്മുടെ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഭാഗമാണ്. കാൽസ്യം അടങ്ങിയിട്ടുള്ള യോജക കലയാണ് സിമന്റം എന്ന് പറയുന്നത്. ഏത് രാജ്യത്തിന്റെ ശാസ്ത്രജ്ഞന്മാരാണ് ട്യൂബേറിയൻ ഉമിനീർ ഗ്രന്ഥി കണ്ടുപിടിച്ചത്? നെതർലാൻഡുകാരാണ് ട്യൂബേറിയൻ ഉമിനീർ ഗ്രന്ഥി കണ്ടുപിടിച്ചത്. ഉമിനീർ ഗ്രന്ഥികൾ എന്ന് പറയുന്നത് 3 ജോഡിയാണ് സാധാരണ ഉമിനീർ ഗ്രന്ഥികൾ ഉള്ളത്. 3 ജോഡി. അതായത് നമ്മുടെ ചെവിയുടെ വശത്തുള്ളത് പരോട്ടിഡ് ഗ്രന്ഥി എന്ന് പറയും. പരോട്ടിഡ് ഗ്രന്ഥി. ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്നത് പരോട്ടിഡ് ഗ്രന്ഥിയാണ്. അതേപോലെ തന്നെ സബ് ലിംഗ്വൽ ഗ്ലാൻഡ് ഉണ്ട്, സബ് മാഡിബുലാർ ഉണ്ട്. സബ് മാഡിബുലാർ. ഇങ്ങനെ 3 തരത്തിലുള്ള 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് പറയപ്പെടുന്നത്. പക്ഷെ 2020 ഈ നെതർലാൻഡിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാര് മറ്റൊരു ഉമിനീർ ഗ്രന്ഥി കൂടി കണ്ടെത്തി. അതിനെയാണ് ട്യൂബേറിയൽ ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മൂക്കിനും തൊണ്ടയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ നമ്മുടെ PSC ചോദിക്കുമ്പോൾ 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് പറയാറുള്ളത്. പരോട്ടിഡ് ഗ്രന്ഥി, സബ് ലിംഗ്വൽ ഗ്ലാൻഡ്, സബ് മാഡിബുലാർ ഗ്ലാൻഡ്. ഇങ്ങനെ 3 തരത്തിലുള്ള ഗ്രന്ഥികളാണ് പറയാറുള്ളത്. അതിൽ പരോട്ടിഡ് ഗ്രന്ഥിയാണ് ഏറ്റവും വലുത്. അപ്പൊ ഈ 2020 ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ടാണ് അല്ലെ, 2020 നെതർലാൻഡിലെ ശാസ്ത്രജ്ഞന്മാര് മറ്റൊരു ഉമിനീർ ഗ്രന്ഥി കൂടി കണ്ടെത്തിയത്. അതിന്റെ പേരാണ് ട്യൂബേറിയൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. ശരീരത്തിലെ ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ് പക്വാശയം ചെറുകുടലുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന എത്ര ഉളിപ്പല്ലുകളാണ് മനുഷ്യരിൽ ഉള്ളത്? ഈ പല്ലുകളെ കുറിച്ച് PSC സ്ഥിരം ചോദിക്കാറുണ്ട്. വളരെ എളുപ്പമുള്ള കാര്യമാണ് പഠിക്കാൻ, പക്ഷെ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും. ഉളിപ്പല്ലുകൾ എത്ര എണ്ണമാണ് മുതിർന്നവരിലുള്ളത്? 8 എണ്ണമാണ് ഉളിപ്പല്ലുകൾ ഉള്ളത്. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന ചർവണകം എത്ര എണ്ണം ഉണ്ട്? ചർവണകമാണ് ഏറ്റവും കൂടുതലുള്ളത്, 12 എണ്ണം. ചർവണകം 12 എണ്ണം. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളായ അഗ്രചർവണകം എത്ര എണ്ണം ഉണ്ട്? അഗ്രചർവണകം 8 എണ്ണേ ഉള്ളൂ. അടുത്തത് പെരിയോഡോണ്ടൈറ്റിസ് ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്? പെരിയോഡോണ്ടൈറ്റിസ് എന്നുള്ളത് ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന അസുഖമാണ്? മോണയെ ബാധിക്കുന്നതാണ് പെരിയോഡോണ്ടൈറ്റിസ് എന്നുള്ളത്. പല്ലിൽ രക്തക്കുഴലുകളും നാഡികളും സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെ പറയുന്നത് പൾപ്പ് ക്യാവിറ്റി എന്നാണ്. നമ്മുടെ പല്ലിലെ രക്തക്കുഴലുകളും നാഡികളും സ്ഥിതി ചെയ്യുന്ന ഭാഗം പൾപ്പ് ക്യാവിറ്റി ആണ്. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഗ്രേലിൻ ആണ്.
വിശപ്പ് ഹോർമോൺ എന്നാണ് ഗ്രേലിനെ അറിയപ്പെടുന്നത്. വിശപ്പ് ഹോർമോൺ, അതായത് നമുക്ക് വിശക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. അതായത് വിശപ്പ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് വിശപ്പ് എന്നുള്ള തോന്നൽ ഉണ്ടാവുന്നത് ഈ ഗ്രലിന്റെ ഉൽപാദനം മൂലമാണ്. അതായത് നമ്മുടെ ആമാശയം കാലിയാവാണ്, എം ടി ആകുന്ന സമയത്ത് നമ്മുടെ മസ്തിഷ്കത്തിന് ആഹാരം കഴിക്കാൻ സമയമായി എന്ന് നമ്മളെ അറിയിക്കുന്നതിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഗ്രേലിൻ എന്ന് പറയുന്നത്. വിശപ്പ് ഹോർമോൺ എന്നാണ് ഈ ഗ്രേലിൻ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കാം. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്രേലിൻ. നമ്മളോട് വിശപ്പ് എന്നുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ വിശപ്പ് എന്നുള്ള ഒരു ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് ഗ്രേലിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ്. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഭാഗം ഏതാണ്? ഇനാമലാണ്. പല്ലിന്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഭാഗം. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന ആഗ്നേയ രസം ഏതാണ്? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന ആഗ്നേയ രസം പാൻക്രിയാറ്റിക് അമിലേസ് ആണ്. പാൻക്രിയാറ്റിക് അമിലേസ് ആണ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത്. അവിടെ ആഗ്നേയ രസം എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ട്. ആഗ്നേയ രസം എന്ന് പറഞ്ഞാൽ ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണല്ലേ, അതായത് നമ്മുടെ പാൻക്രിയാറ്റിക് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത് എവിടേക്കാണ് സ്രവിക്കുന്നത്? നമ്മുടെ ചെറുകുടലിന്റെ ആദ്യ ഭാഗത്തേക്കാണ് സ്രവിക്കുന്നത്. അപ്പൊ അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന രണ്ട് സ്ഥലത്ത് അമിലേസ് വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ വായയിൽ സെലൈവറി അമിലേസും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചെറുകുടലിൽ വരുന്നത് പാൻക്രിയാറ്റിക് അമിലേസ്. പാൻക്രിയാറ്റിക് അമിലേസ് എന്ന് പറഞ്ഞത് ആഗ്നേയ രസമാണ് അല്ലെ. അപ്പൊ ആഗ്നേയ രസം എന്ന് ഇവിടെ നിന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പാൻക്രിയാറ്റിക് അമിലേസ് എന്ന് തന്നെ എഴുതണം. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഹോർമോണാണ് കോർട്ടിസോൾ എന്ന ഹോർമോണാണ്. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ കോർട്ടിസോൾ ആണ്. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നതിന് സഹായിക്കുന്ന ആഗ്നേയ രസം പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ്. നമ്മൾ ആദ്യം തന്നെ ഇത് പറഞ്ഞതാണ് അല്ലെ. ലിപ്പേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിപ്പുമ്മൽ ഒട്ടിപ്പിടിക്കുന്നത് അല്ലെ. ലിപ്പുമ്മൽ ഒട്ടിപ്പിടിക്കുന്നത് കൊഴുപ്പല്ലേ. അപ്പൊ കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമാണ് ലിപ്പേസ് എന്ന് പറയുന്നത്. അത് ഗ്യാസ്ട്രിക് ലിപ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ലിപ്പേസ് ഉണ്ട്. ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്ന് പറയുമ്പോൾ അത് ആമാശയത്തിലാണ് വരുന്നത് അല്ലെ. ആമാശയത്തിൽ വെച്ച് കൊഴുപ്പിനെ അതിന് ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമാണ് ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നമ്മുടെ ചെറുകുടലിന്റെ ആദ്യ ഭാഗത്തേക്ക് പക്വാശയത്തിലേക്ക് നമ്മുടെ ആഗ്നേയ രസം സ്രവിക്കുന്നു. ഈ ആഗ്നേയ രസത്തിൽ അടങ്ങിയിട്ടുള്ള എൻസൈമാണ് പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറയുന്നത്. അതെന്താണ്? ഈ ചെറുകുടലിൽ വെച്ചിട്ട് നമ്മുടെ കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റാൻ സഹായിക്കുന്നതാണ് പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഭാഗം കൃത്യമായിട്ടൊന്ന് എഴുതി വെച്ച് പഠിച്ചാൽ മതി. അപ്പോൾ അത് ഈസി ആവും. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ കുറച്ച് കാര്യങ്ങളെ അതിൽ പഠിക്കാനുള്ളൂ, പക്ഷെ കൃത്യമായി പഠിക്കണം എന്ന് മാത്രം. അടുത്ത ചോദ്യം, ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന പോഷക ആഗിരണത്തിനുള്ള വിരലുകൾ പോലുള്ള ഭാഗം. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞാണ് അല്ലെ, നാവിന്റെ മുകൾ ഭാഗത്തുള്ളത് പാപ്പില്ലകൾ എന്ന് പറയുമ്പോൾ ചെറുകുടലിന്റെ ഉൾഭാഗത്ത് കാണപ്പെടുന്ന വിരലുകൾ പോലുള്ള ഭാഗത്തെ നമ്മൾ വില്ലസുകൾ എന്ന് പറയും. അതെന്തിനാണ്? ഈ പോഷകങ്ങളെ ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന ഭാഗമാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജകകല ഏത്? സിമന്റമാണ്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്നതിന് സഹായിക്കുന്ന കാൽസ്യം അടങ്ങിയ യോജകകല സിമന്റമാണ്. ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏതു ഭാഗത്തു വെച്ചാണ് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്? ചെറുകുടലിൽ വെച്ചിട്ടാണ് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നത്. അതിന് സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ എന്ന് പറഞ്ഞത്. വൻകുടലിൽ വെച്ചിട്ട് ജലമാണ് ആഗിരണം ചെയ്യുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിനെ ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകം എന്ത്? മനുഷ്യ ശരീരത്തിനെ ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകം എന്ന് പറയുന്നത് സെല്ലുലോസ് ആണ്. സെല്ലുലോസ് ആണ് മനുഷ്യ ശരീരത്തിനെ ദഹിപ്പിക്കാൻ കഴിയാത്ത ധാന്യകം എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ 81ാമത്തെ അവയവം ഏത്? ട്യൂബേറിയൽ ഉമിനീർ ഗ്രന്ഥിയാണ്. നാം പറഞ്ഞു 2020 നെതർലാൻഡിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഈ ട്യൂബേറിയൽ ഉമിനീർ ഗ്രന്ഥി കണ്ടെത്തിയത് എന്ന് പറഞ്ഞു അല്ലെ. അതിനെ 81ാമത്തെ അവയവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം, കാരണം കറണ്ട് അഫയേഴ്സ് കൂടിയാണ്. 2020 കണ്ടെത്തിയത്. അപ്പൊ 81ാമത്തെ അവയവം എന്ന് പറയുന്നത് ട്യൂബേറിയൽ ഉമിനീർ ഗ്രന്ഥിയാണ്.
മാംസ്യത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? മാംസ്യത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് ആമാശയത്തിൽ വെച്ചാണ്. ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വായയിൽ വെച്ച് തന്നെ ദഹനം ആരംഭിക്കുന്നു അല്ലെ. നമ്മുടെ സലൈവറി അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നുണ്ട്. പക്ഷെ വായിൽ വെച്ചിട്ട് നമ്മുടെ കൊഴുപ്പോ പ്രോട്ടീനോ ദഹിക്കുന്നില്ല അല്ലെ. അന്നജം മാത്രമേ ദഹനം ആരംഭിക്കുന്നുള്ളൂ. അപ്പൊ പ്രോട്ടീൻ്റെ ആണെന്നുണ്ടെങ്കിലും കൊഴുപ്പിന്റെ ആണെന്നുണ്ടെങ്കിലും ദഹനം ആരംഭിക്കുന്നത് ആമാശയത്തിൽ വെച്ചാണ്. ഇനി അടിസ്ഥാന രുചികൾ ഏതൊക്കെയാണ്? അടിസ്ഥാന രുചികൾ എന്ന് പറയുന്നത് മധുരം, പുളി, ഉപ്പ്, കയ്പാണ്. മധുരം, പുളി, ഉപ്പ്, കയ്പാണ്. ഇതിന് പുറമെ 2 രുചികളും കൂടിയും നമ്മൾ പറയുന്നുണ്ട്. ഒന്ന് ഒലിയോ ഗസ്റ്റസും പിന്നെ ഉമാമിയും. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പൊ ഇതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാന രുചികൾ എന്ന് പറയുന്നത് 4 എണ്ണമാണ്: മധുരം, പുളി, ഉപ്പ്, കയ്പ്. അടുത്തത്, ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം ഏത്? ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ഗ്രന്ഥിയിലെ പരോട്ടിഡ് കോശങ്ങളാണ്. ഗ്യാസ്ട്രിക് ഗ്രന്ഥിയിലെ പരോട്ടിഡ് എന്ന് പറഞ്ഞ കോശങ്ങളാണ്. അടുത്തത്, ആമാശയത്തിലെ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണത്തിനെ പറയുന്ന പേര് കൈം എന്നാണ്. ഭക്ഷണത്തിനായ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണത്തിനെ നമ്മൾ പിന്നെ ഫുഡ് എന്നല്ല പറയുക, എന്തെന്നാണ് പറയുക? കൈം എന്നാണ് പറയുക. കൈം എന്നാണ് പറയുക. ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? വായയിൽ വെച്ചാണ് ദഹനം ആരംഭിക്കുന്നത്. ഉമിനീരിൽ ദഹിപ്പിക്കുന്ന പോഷകഘടകം. ഉമിനീര് ദഹിപ്പിക്കുന്ന പോഷകഘടകം ഏതാണ്? അന്നജമാണ്. നാം പറഞ്ഞതാണ് അല്ലെ. കൊഴുപ്പിനെയാണെന്നുണ്ടെങ്കിലും പ്രോട്ടീനാണെന്നുണ്ടെങ്കിലും ഉമിനീര് ദഹിപ്പിക്കില്ല. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന സലൈവറി അമിലൈസ് എന്ന് പറയുന്നത് അന്നജത്തെയാണ് ദഹിപ്പിക്കുന്നത്. അന്നജത്തെ എന്താക്കി മാറ്റുന്നു? മാൾട്ടോസ് ആക്കി മാറ്റുന്നു. പിന്നെ അതുകൂടാതെ ഉമിനീരിൽ മറ്റെന്തൊക്കെയുണ്ട്? നമ്മളെ ശ്ലേഷ്മം അടങ്ങിയിട്ടുണ്ട്. ശ്ലേഷ്മമാണ് നമ്മുടെ ഈ ആഹാര പദാർത്ഥങ്ങളുമായി ചേർന്ന് നമ്മളെ വിഴുങ്ങാൻ സഹായിക്കുന്നത് ശ്ലേഷ്മമാണ്. അതേപോലെ തന്നെ ലൈസോസൈം ഉണ്ട്. ലൈസോസോം അല്ല, ലൈസോസോം എന്ന് പറയുന്നത് സെല്ലിലുള്ളതാണ്. ഇത് ലൈസോസൈം. സൈം എന്ന് പറയുമ്പോൾ തന്നെ എൻസൈം എന്ന് വരുന്നില്ലേ? ലൈസോസൈം ആണ്. അത് എൻസൈം ആണ്. അത് എന്തിനാണ് സഹായിക്കുന്നത്? നമ്മളെ ഈ ഭക്ഷണത്തിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കാനാണ്. ഒരു പരിധി വരെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് കാലത്തുള്ളവർ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടാവും, അതുമ്പോൾ തുപ്പൽ വായിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ. അതെന്തിനാണ്? അതെന്ന് വെച്ചാൽ ഈ ലൈസോസൈം എന്ന് പറയുന്നത് ഒരു അണുനാശിനിയാണ്, രോഗാണുക്കളെ കൊല്ലുന്ന ഒരു എൻസൈമാണ്. അപ്പൊ അതുകൊണ്ടാണ് കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വായിൽ വെക്കുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ കയ്യിലാണെങ്കിലും പലതരത്തിലുള്ള രോഗാണുക്കൾ ഉണ്ടാവും. നമ്മളത് സോപ്പിട്ട് കഴുകാണ് വേണ്ടത് രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ ചോദ്യം എന്താണ്? ഉമിനീര് ദഹിപ്പിക്കുന്ന പോഷക ഘടകം അന്നജമാണ്. അടുത്തത്, ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിന്റെ അളവ് എത്രയാണ്? ഒരു ദിവസം നമ്മുടെ വായിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീര് എന്ന് പറയുന്നത് 1.5 ലിറ്റർ ആണ്. 1.5 ലിറ്റർ ഉമിനീര് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത്, വായും ആമാശയവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം. സിമ്പിൾ അല്ലേ? വായനെയും ആമാശയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം അന്നനാളമാണ്. അടുത്തത്, ദഹനവ്യൂഹത്തിൽ ഏറ്റവും വീതിയേറിയ ഭാഗം. ഏറ്റവും നീളം കൂടിയ ഭാഗമല്ല, ഏറ്റവും നീളം കൂടിയ ഭാഗം ചോദിക്കുകയാണെങ്കിൽ ചെറുകുടലാണ് അല്ലെ. 6 മുതൽ 7 മീറ്റർ വരെ നീളമുണ്ട്. ഇത് ഏറ്റവും വീതി കൂടിയ ഭാഗമാണ് ചോദിച്ചിട്ടുള്ളത്. അത് ആമാശയമാണ്. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, പരോട്ടിഡ് ഗ്രന്ഥിയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്നത്. അടുത്തത്, ബ്രനേഴ്സ് ഗ്രന്ഥി എവിടെയാണ് കാണപ്പെടുന്നത്? ബ്രനേഴ്സ് ഗ്രന്ഥി ഡിയോഡിനത്തിലാണ്. ഡിയോഡിനം കണ്ട, നമ്മൾ നേരത്തെ പക്വാശയം എന്നാണ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലും ഇതുവരെ പറഞ്ഞത് പക്വാശയം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഡിയോഡിനം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡിയോഡിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുകുടലിന്റെ ആദ്യത്തെ ഭാഗം, പക്വാശയത്തെയാണ് ഡിയോഡിനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബ്രനേഴ്സ് ഗ്രന്ഥി എവിടെയാണ് കാണപ്പെടുന്നത്? ഡിയോഡിനത്തിലാണ് കാണപ്പെടുന്നത്. ഈ ബ്രനേഴ്സ് ഗ്രന്ഥി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈകാർബണേറ്റ് അടങ്ങിയ ശ്ലേഷ്മത്തെ സ്രവിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ബ്രനേഴ്സ് ഗ്രന്ഥി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് അല്ലെ. അവിടുത്തെ pH എന്ന് പറയുന്നത് 1 മുതൽ എത്രയാണ്? 3 വരെയാണ്. അപ്പൊ അത്രയും അസിഡിക് ആയിട്ടുള്ള കൈം, നമ്മൾ പിന്നെ കൈം എന്നല്ലേ പറയാം. ആ കൈമാണ് പിന്നെ എവിടേക്ക് കടക്കുന്നത്? നമ്മുടെ ഈ ചെറുകുടലിന്റെ ആദ്യ ഭാഗത്തുമായിട്ടുള്ള പക്വാശയത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ ഇത് അതുകൊണ്ട് തന്നെ ചെറുകുടലിനെ ഇതിൽ നിന്നും സംരക്ഷിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു ചെറുകുടലിൽ എത്തിക്കഴിയുമ്പോൾ ഈ കൈം, അതുവരെ അസിഡിക് സ്വഭാവമായിരുന്ന ഈ കൈമിന് എന്തായി മാറും? പിന്നീട് ക്ഷാര ഗുണമായി മാറും, ആൽക്കലി സ്വഭാവമായി മാറുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് സഹായിക്കുന്ന ഒന്നാണ് പിത്തരസം എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഇതിലേക്ക് ബൈകാർബണേറ്റ് ശ്ലേഷ്മങ്ങളെ ഈ ബ്രനേഴ്സ് ഗ്രന്ഥി സ്രവിപ്പിക്കുന്നുണ്ട്. അപ്പൊ ബ്രനേഴ്സ് ഗ്രന്ഥി ബൈകാർബണേറ്റ് ശ്ലേഷ്മങ്ങളെ ഈ പക്വാശയത്തിലേക്ക് സ്രവിപ്പിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഭക്ഷണത്തിന്, അതായത് കൈമെന്നാണ് പിന്നെ പറയാ, കൈമിന് ഈ ആസിഡിക് സ്വഭാവം മാറിയിട്ട് ക്ഷാര ഗുണം വരുന്നത്.
അപ്പം നമ്മുടെ ചോദ്യം എന്താണ്? ബ്രെനേഴ്സ് ഗ്രന്ഥി എവിടെയാണ് കാണപ്പെടുന്നത്? അത് നമ്മുടെ പക്വാശയത്തിൽ അഥവാ ഡിയോഡിനത്തിലാണ് കാണപ്പെടുന്നത്. അതിന്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്മോൾ ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിനെ ഈ നമ്മുടെ അസിഡിക് ആയി വരുന്ന കൈമിൽ നിന്നും സംരക്ഷിക്കുക. അതിനെന്ത് ബൈകാർബണേറ്റ് ആയിട്ടുള്ള ശ്ലേഷ്മത്തെ ആക്കിക്കൊണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് ഈ കൈമിനെ ആൽക്കലി സ്വഭാവം അല്ലെങ്കിൽ ക്ഷാരഗുണത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ബ്രെനേഴ്സ് ഗ്രന്ഥിയുടെ ധർമ്മം എന്ന് പറയുന്നത്. ഇനി ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നത്. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണ് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്നു. ഇനി ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥി ഏതാണ്? ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്നത് സബ് ലിംഗ്വൽ ഗ്രന്ഥിയാണ്. സബ് ലിംഗ്വൽ ഗ്രന്ഥി ഞാൻ പറഞ്ഞു ആദ്യകാലത്ത് 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് പറയുന്നത്. പരോട്ടിഡ് ഗ്രന്ഥി, സബ് ലിംഗ്വൽ ഗ്രന്ഥി, സബ് മാഡിബുലാർ ഗ്രന്ഥി അല്ലെ. അതിൽ പരോട്ടിഡ് ഗ്രന്ഥിയാണ് ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്നത്. ഈ സബ് ലിംഗ്വൽ ഗ്രന്ഥിയാണ് ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്നത്. ഇനി വിശപ്പില്ലാത്ത അവസ്ഥേനെ പറയുന്ന പേര് അനോറെക്സിയ എന്നാണ്. വിശപ്പില്ലാത്ത അവസ്ഥ അനോറെക്സിയയാണ്. ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗീരണം പൂർണ്ണമായി നടക്കുന്നത്? അല്ലെ, വില്ലസുകൾ കാരണമാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ ആഗീരണം പൂർണ്ണമായി നടക്കുന്നത്. താടികൾക്ക് കീഴെ ക്രമരഹിതമായി കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥി സബ് മാക്സിലറി ഗ്രന്ഥിയാണ്. അതായത് സബ് മാഡിബുലാർ ഗ്രന്ഥിനാണ് ഈ സബ് മാക്സിലറി ഗ്രന്ഥി എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ താടികൾക്കിടയിൽ ക്രമരഹിതമായി കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥിയാണ് സബ് മാക്സിലറി ഗ്രന്ഥി എന്ന് പറയുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അപ്പം നമ്മൾ ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ ആഹാരം അന്നപഥത്തിലൂടെ എന്ന് പറഞ്ഞ ചാപ്റ്ററും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. പ്രത്യേകിച്ച് LP UPക്കാർ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കണം. ദഹന വ്യവസ്ഥ എന്ന് പറഞ്ഞ് തന്നെ അവർക്ക് കൃത്യമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട് സിലബസിൽ. LP UPക്കാർ മാത്രമല്ല, LDS ആണെന്നുണ്ടെങ്കിലും LSGS ആണെന്നുണ്ടെങ്കിലും ഇനി LGS ആണെങ്കിൽ പോലും ഈ ചോദ്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ട്, എൻ്റെ ക്ലാസ്സിൽ എന്തെങ്കിലും പോരായ്മകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.